കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന തരത്തിലുള്ള കെ. സുധാകരന്റെ FB പോസ്റ്റിന് പിന്നാലെ ഡൽഹിയിൽ ഇന്ന് അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. കെ. സുധാകരനും കെ.സി. വേണുഗോപാലും തമ്മിലാണ് കാണുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിലാണ് സുധാകരൻ കെ.സി. വേണുഗോപാലിനെ കാണുന്നത്. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ കെ.സിയെ പിന്തുണച്ചുകൊണ്ട് യുവനേതാക്കൾ അടക്കമുള്ളവർ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ, അലോഷ്യസ് സേവ്യർ, റോജി എം ജോൺ, പഴകുളം മധു തുടങ്ങിയവർ കെ.സി. വേണുഗോപാലിനെ പ്രകീർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രിയാകാൻ കെ.സി. വേണുഗോപാലാണ് ഏറ്റവും മികച്ച ആൾ എന്നാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. ഡാൻ കുര്യഞ്ചേരി, ഡാന് ഈ മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, ഭൂരിപക്ഷം കിട്ടണം. അതിനായി പണിയെടുത്ത നിരവധി ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്, സംശയമില്ല. ഇപ്പോൾ വി.ഡി. സതീശനാണ് ഒന്നാമത്തെ പേരുകാരൻ. രണ്ടാമത് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അധ്യക്ഷനും മറ്റുമായിരുന്നു. കെ.സി. ഇങ്ങനെ വന്നുപോയി എന്ന ഒരാളാണ്. പക്ഷേ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉടനീളം കെ.സിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. സീനിയർ നേതാവാണ്, അതിനുള്ള അർഹനായ ആളാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങളിൽ കല്ലുകടി തുടങ്ങിയിട്ടുണ്ടല്ലേ? അതായത് ഇത് ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ചർച്ചകളാണ് പുറത്തേക്ക് വലിയ തരത്തിൽ അഭ്യൂഹങ്ങൾ പരത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് കെ. സുധാകരൻ ഇന്നലെ രാത്രിയോടെ ഇട്ടിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. നേരത്തെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കണമെന്ന് പരസ്യമായി ആവർത്തിച്ച് നിലപാടെടുത്ത സുധാകരൻ ഒരാഴ്ച തികയും മുമ്പ് ആ നിലപാട് മാറ്റിക്കൊണ്ട് കെ.സി. വേണുഗോപാലിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള, അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതിന് പിന്നിൽ കെ.സിയിലേക്ക് സുധാകരനെ എത്തിക്കുന്നതിൽ ചില സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. അങ്ങനെയെങ്കിൽ കെ. സുധാകരന്റെ മുമ്പിൽ എന്തോ വലിയ ഓഫർ വന്നിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അതായത് പാർട്ടിയുടെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിലടക്കം കോൺഗ്രസ് പാർട്ടിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ ഒരു പദവിയിലിരിക്കുന്നയാളാണ് കെ.സി. വേണുഗോപാൽ. ആ വേണുഗോപാൽ വിചാരിക്കാതെ സുധാകരൻ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ സജീവമായി മുഖ്യധാരയിലേക്ക് വരാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ സുധാകരനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തനിക്കുള്ള ഒരു കളമൊരുക്കലാണ് കെ.സി. പക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ളൊരു അടക്കം പറച്ചിൽ. എന്തായാലും സംസ്ഥാനത്ത് മാറുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരു നേർക്കാഴ്ച കൂടിയായി മാറുകയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കെ.സി. പക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് പരസ്യ നിലപാടുമായി രംഗത്തെത്തുന്ന യുവ നേതാക്കളുടെ അടക്കം പോസ്റ്റിലെ പല വാചകങ്ങളും അത് കൃത്യമായി വി.ഡി. സതീശനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുന്നു. പ്രത്യേകിച്ച് പഴകുളം മധുവിൻ്റെയൊക്കെ പോസ്റ്റിൽ കെ.സി. വേണുഗോപാലിനെ ബോധപൂർവം ഇകഴ്ത്തിക്കാണിക്കാനുള്ള നീക്കം ചില കോണുകളിൽ നിന്നുണ്ടാക്കുന്നു. അത് ചിലരുടെ ഭാഗത്തുനിന്ന് ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത്. അത് കൃത്യമായ ഒരു സൂചന തന്നെയാണ്. അതായത് ഒരു സംഘടിതമായ നീക്കമുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാരം വരുന്നതിന് മുമ്പ് തന്നെ കെ.സി. വേണുഗോപാലിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കി UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ ആ വിഭാഗം വലിയ സജീവമായ ചരടുവലികൾ നടത്തുന്നു എന്നതിന്റെ ഉദാഹരണമായി തന്നെ എടുത്ത് പറയേണ്ടി വരും കെ. സുധാകരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ. അതിന് പിന്നാലെയാണ് ഇന്ന് ഡൽഹിയിൽ വെച്ച് നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തുക. കെ. സുധാകരൻ ഇന്നലെ വൈകിട്ട് തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കെ.സി. വേണുഗോപാലുമായി ഒരുപക്ഷെ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചോ അതല്ല എങ്കിൽ പുറത്തു വെച്ചോ ആയിരിക്കും ഈ ചർച്ച നടക്കുക. എന്തായാലും ഇന്ന് കെ.സി. വേണുഗോപാലും കെ. സുധാകരനും തമ്മിൽ ഡൽഹിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് കെ. സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ കൂടി പിന്തുണ ലഭിച്ചാൽ കെ.സി. പക്ഷത്തെ സംബന്ധിച്ചത് വലിയൊരു ആവേശമായി മാറും. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ ഏത് വിധേനയും ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കം കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല മൗനം തുടരുന്നു ഈ വലിയ നീക്കങ്ങൾക്കിടയിലും എന്നത് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം സൈബർ ഇടങ്ങളിലെങ്കിലും വി.ഡി. പക്ഷവും കെ.സി. പക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട്. കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വി.ഡി. അനുകൂലികൾ വലിയ തരത്തിൽ വി.ഡി. സതീശനാണ് സ്വാഭാവിക നീതി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി ഒടുവിൽ ആ കമന്റ് ബോക്സ് പൂട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വലിയ വിവാദങ്ങൾ ഒരു വശത്ത് ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഈ ഒരു വിഷയത്തിൽ രമേശ് ചെന്നിത്തല മൗനം തുടരുന്നത് മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.